ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇപ്പോൾ നമ്മൾ മദീനയിൽ നിന്നും മക്കത്തേക്കുള്ള യാത്രയിലാണ്. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയ സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വിശക്കാത്തതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പോയില്ല. എന്നാലും അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി നോക്കാം. ഇതാണ് മക്കയിലെ ഞങ്ങളുടെ ഹോട്ടൽ, അബ്രാജ് അൽമിസ്ക് ഹോട്ടൽ. അവിടെ ഒരു പച്ച വരയുള്ള ബിൽഡിംഗ് ഉണ്ടാ, അതിൻ്റെ നേരെ തൊട്ട് ബാക്കിൽ മസ്ജിദുൽ ഹറം, മക്കത്തെ പള്ളി. നമുക്ക് ഇവിടുന്ന് ഫ്രീ ഷട്ടിലുണ്ട്, പള്ളിയിൽ കൊണ്ടുപോകും. ആൻഡ് കോഴിക്കുഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇതാണ് ക്ലോക്ക് ടവർ, ദ ഫേമസ് ക്ലോക്ക് ടവർ ഓഫ് മക്ക. അടുത്തേക്ക് എത്തി. നമ്മൾ നടന്ന് പള്ളീൻ്റെ ഇന്റീരിയർ ഏരിയയിലേക്ക് നമ്മൾ എത്തി. ഇവിടെയൊക്കെ തൊട്ടടുത്ത് വലിയ വലിയ ഹോട്ടലുകൾ വന്നു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ വരുമ്പോൾ. കുഞ്ഞു കുറേ കടകളൊക്കെ ആയിരുന്നു. ആൾക്കാർ കിടക്കുന്നു, ഉറങ്ങുന്നു, ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. സുബഹി. മെയിൻ എൻട്രൻസിലേക്ക് ആൾക്കാർ പോകുന്നതാ. നമ്മൾ ഈ സമയത്ത് വന്നത് തിരക്ക് വരുന്ന സമയം നോക്കി വന്നതാ. അപ്പോൾ ആ സമയത്തുള്ള തിരക്കാണിത്. ഇവിടെ ഏകദേശം വെളുപ്പിന് 2 മണിയാവാറായി. കയറുവാണ് പള്ളി. ദൂരത്ത് കാണാം കഅബ. കഅബക്ക് അടുത്തേക്ക് എത്താനായി. അവിടുത്തെ തിരക്ക് കാണാമോ നമുക്ക്? സംസം വെള്ളം. هلا نامي سوري. مقام إبراهيم. സുബഹി ആവാനായപ്പോഴത്തേക്കും തിരക്ക് കൂടി. നമുക്ക് അങ്ങോട്ട് അടുത്തേക്കൊന്നും അടുക്കാൻ പോലും പറ്റില്ല, അത്ര തിരക്കാ. സഫ മർവ മലകളെ പറ്റി കേട്ടിട്ടില്ലേ? സംസം കിണർ ഉണ്ടാവാനുള്ള കാരണം ആ 2 മലകളാണിത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 7 പ്രാവശ്യം നടക്കണം. കണ്ടോ, കാണാമോ? ആ മലയുടെ സഫ മലയാണ് ആ കാണുന്നത്. മലേൻ്റെ ഒരു പോർഷൻ ഇപ്പോഴും പ്രിസർവ്ഡ് ആണ്. മക്കത്തെ ബാങ്ക്. ഏകദേശം 6 മണിയായി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഉംറ കഴിഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. പള്ളിയിൽ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പണി ഒരിക്കലും കഴിയൂല. ഉണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്.
തുർക്കിയിലെ രാജാവും സൗദിയിലെ രാജാവും തമ്മിലൊരു ഉടമ്പടി വെച്ചു. മക്കയിലെ പണി എന്ന് തീരുന്നോ അന്ന് ഹറം തുർക്കി രാജ്യത്തിന് വിട്ടുകൊടുക്കണം. അത് കുറേ വർഷങ്ങൾക്ക് മുന്നാണ്, 1800 ആ സമയത്ത്. പക്ഷെ അന്ന് ആ ഉടമ്പടി അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കൊണ്ട് ഇപ്പോഴും പണി തീർക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ഹറമിൽ നടന്നുകൊണ്ടേയിരിക്കും. ക്ലോക്ക് ടവറിൻ്റെ മച്ച് ക്ലോസർ വ്യൂ. ക്ലോക്ക് ടവറിൻ്റെ താഴെയുള്ള ബിൽഡിങ്ങിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ ഫുഡ് കോർട്ടിൽ വന്നതാ. അപ്പോൾ നമ്മളൊരു ഷവർമത്ത് മിക്സ് എന്ന് പറഞ്ഞ കടയിൽ മലയാളികളാണ് മൊത്തം. അവിടെ നമ്മൾ ഷവർമ വാങ്ങിക്കാം. സൗദി അറേബ്യ, കിങ്ഡം ഓഫ് ഷവർമ. ഈ ഏരിയ പണ്ട് ഞാൻ വന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നിറച്ച് ഖുറാനൊക്കെ സൈഡിൽ വെച്ചിട്ട്. ഇന്നലെ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ. ഇതൊക്കെയാണ് റിസപ്ഷൻ ഏരിയ, ഇതാണ് മെയിൻ ഹാള്. ഹോട്ടലിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുഞ്ഞ് ഷോപ്പും കോഫി ഷോപ്പും പ്രയർ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങാനിറങ്ങി. അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്. ഇവിടെ പിൽഗ്രിംസ് എല്ലാം ഫ്രീ ഷട്ടിൽ ഉണ്ടല്ലോ, അതിൽ കയറി അക്കത്ത് പോകാൻ പോകണം. ഇത് ഇവിടുത്തെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെറിയൊരു സ്നാക്സ് മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഇവിടുത്തെ ഒരു ഐസ്ക്രീം കണ്ട, നമ്മളെന്തെങ്കിലുമൊക്കെ നാട്ടിൽ കിട്ടാത്ത സ്നാക്സ് ട്രൈ ചെയ്യാൻ ഇറങ്ങിയതാ ഞാനും ബിഹു. ഒരു നോർമൽ വൈകുന്നേരം മക്കയുടെ ഒരു റോഡ് ഇങ്ങനെ ഇരിക്കും. ആൾക്കാരും കച്ചവടക്കാരും വണ്ടികളും. വേണ്ട, ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെയുള്ള കുറച്ച് കടകൾ. ഗോൾഡ് സൂക്ക് പോലൊരു സ്ഥലം. അപ്പം ഞങ്ങൾ കുഞ്ഞ സാൻഡ്വിച്ച് കടയിൽ കയറി. ബീഹു കോണിനെ കപ്പ് വാങ്ങി. ഹൗസ് ഇറ്റ്? ഒരു പൈതൽ അങ്ങോട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായി. വരും. എത്ര റിയാല? ഈ നാട്ടിലെ പെട്ടി ഉന്തുവണ്ടിക്കാരുടെ പോലും കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുലുവില് പോലും ഇല്ലാത്തത്രയും വെരി ഗുഡ് ക്വാളിറ്റി ഫ്രൂട്ട്സ്. ഒരു ചെറിയ കടയാണ്, ജ്യൂസ് കട. വാപ്പ ഇവിടെ, ഞങ്ങളിന്ന് മക്കത്ത് രാവിലെ വാപ്പ ഇവിടുത്തെ ഒതൻറ്റിക് അറബിക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. വാപ്പ പണ്ട് കഴിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തോ പയറുകറിയും. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ലിവറിൻ്റെ ആവേ. താങ്ക് യു. അതാണ് ഇവിടുത്തെ ഒതൻറ്റിക് ഫുഡ്.
ബൈക്കിന്റെ സീറ്റ് നോക്കിയേ, ഓരോരോ കാഴ്ചകളെ. വാപ്പ പച്ചക്കറിക്കടയിൽ പയറും കുബൂസും കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ടുള്ളൂ, പക്ഷേ ഞങ്ങൾ ഗ്രിൽ ചിക്കൻ ആൻഡ് റൈസ് കഴിക്കാൻ വന്നു. എന്താ ചെയ്യുക, അറേബ്യൻ ലൈഫ്. രാവിലെ തന്നെ ചിലപ്പോൾ കപ്സൊക്കെ കഴിക്കേണ്ടി വരും. റോട്ടി അത് ഫുള്ളാ. മഞ്ഞപ്പൊടി അല്ല, അത് മസാലപ്പൊടി. മിറിൻഡ നീ പെപ്സി. സമയം 10:30. വേണ്ടടി, ചാർജ് തീർക്കല്ലേടി, വെറുതെ ടീഹൂനെ കൊണ്ട്. ഹോട്ടല് വെക്കേറ്റ് ചെയ്തിട്ട് ജബലുന്നൂർ മല കാണാൻ പോവാണ്. നമ്മളിപ്പോൾ വന്നേക്കണതേ ജബലുന്നൂർ എന്ന് പറഞ്ഞ മലേൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. നമുക്കവിടെ കയറാൻ പറ്റും, പക്ഷെ കയറണില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ബിൽഡിങ്സിൻ്റെ പുറകിൽ നിന്ന് അതിൻ്റെ എൻട്രൻസ് വരിക. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട്, കയറുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നബി ഇങ്ങനെ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രവാചകത്വം കൊടുത്തിട്ട് ഇക്ര ഓതാൻ പറഞ്ഞ്. അതൊക്കെ നടന്നത് ആ ഹിറാ ഗുഹയിലാണ്. ഹിറാ ഗുഹ ഉള്ളത് ഈ ജബലുന്നൂർ എന്ന് പറഞ്ഞ മലേൻ്റെ ടോപ്പിലാണ്. അവിടെയാണ് നമ്മുടെ നബിക്ക് പ്രവാചകത്വം ലഭിച്ച സ്ഥലം. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു. പിന്നെ അവിടെ കയറാൻ നമുക്ക് സമയമില്ല, നമ്മുടെ ട്രെയിനാണ്, നമുക്ക് ജിദ്ദയിലേക്കുള്ള ട്രെയിനാണ്. പിന്നെ കയറാനുള്ള സമയമൊന്നുമില്ല, കയറാനും വലിയ താല്പര്യവുമില്ല, കയറാൻ വയ്യ. ജബലന്നൂറിൻ്റെ താഴെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ കയറിയപ്പോൾ ഞങ്ങൾ നല്ല ക്യൂട്ടായിട്ടുള്ള മിനീസൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കട. എനിക്ക് വേണ്ടി ഒരു വാസലിൻ, പിന്നെ ഒരു സ്പ്രേ, പിന്നെ ഇത്താത്താടെ ഫ്രണ്ടിന് ഒരു ടോട്ട് ബാഗ്, എനിക്കൊരു ടോട്ട് ബാഗ്, കുറേ ഉണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ ജബലുന്നൂറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ട്രെയിനിലേക്ക് പോവാണ്. ജിദ്ദക്ക് പോകാനുള്ള ട്രെയിൻ. റെയിൽവേ സ്റ്റേഷൻ കണ്ട, എയർപോർട്ടിനെ പോലെ ഉണ്ട്. അതാണ് റെയിൽവേ സ്റ്റേഷൻ, മക്കാൽ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനാണ്. സിനിമയിലൊക്കെ കണ്ടേക്കണ പോലത്തെ ട്രെയിൻ. ഇത് ട്രെയിനിൻ്റെ ആൾക്കാരെ കണ്ട ഹറമൈൻ ഹൈ സ്പീഡ് ട്രെയിൻ എന്നാണ് പറയണത്. ട്രെയിനിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിലുള്ള പോലത്തെ ബുള്ളറ്റ് ട്രെയിൻ. ഇപ്പം നമ്മുടെ മക്കയിലുള്ള വിശേഷങ്ങളും വ്ലോഗും ഇന്നിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ജിദ്ദയിൽ വെച്ച് കാണാം. ജിദ്ദ റെയിൽവേ സ്റ്റേഷൻ കാണിച്ച് തരാം. മക്കയിലെ പോലെ തന്നെ, എന്നാലും ഭയങ്കര രസം ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ. ഉമ്മയും വാപ്പയാണ് ആ പോണത്. പോവാം. ഇത്രയും ആൾക്കാരുള്ള സ്ഥലം, ഇത്രയും ഭംഗിയുള്ള സ്ഥലം. ഇപ്പോൾ മദീനത്താണെങ്കിലും മക്കത്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ജിദ്ദയിലാണെങ്കിലും
ഒരു സ്ഥലത്ത് പോലും വീഡിയോഗ്രാഫി നോട്ട് അലൗഡ്, ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് ഞാൻ കണ്ടില്ല. പള്ളികളിലാണെങ്കിലും മോളുകളിലാണെങ്കിലും എയർപോർട്ടിലോ ഇവിടെ കാബയുടെ അടുത്തോലും കണ്ടില്ല. എവിടെയും കണ്ടില്ല. അതെന്താണാവോ? പക്ഷെ വേണ്ടവർ വീഡിയോ എടുക്കുന്നുണ്ട്, അല്ലാത്തവർ എടുക്കണില്ല, എഴുതി വെച്ചിട്ടുമില്ല. എന്താണാവോ? ഇത് കാണുമ്പോഴേ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനാണെന്ന് അങ്ങോട്ട് ദഹിക്കാൻ പറ്റുള്ള. അത് കാർ പാർക്കിംഗ് ഏരിയ, ഇത് ടാക്സി സ്റ്റാൻഡ്. നമ്മുടെയൊക്കെ നാട്ടില് എയർപോർട്ടിൽ പോലും ഇത്രയില്ല. റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനോട് ബൈ ഇത് പറയാൻ തോന്നുന്നു. അത്രയും നല്ല കംഫർട്ടായിരുന്നു. ഇതാണ് ജിദ്ദയിലെ റോഡ്. ഇതാണ് ജിദ്ദയിലെ നമ്മുടെ ലൊക്കേഷൻ. അകത്ത് കാണിച്ചു തരാം. ഇതാണ് ജിദ്ദയിലെ ഞങ്ങളുടെ ഫ്ലാറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ. ഇതാണ് ഹോൾ. ഭയങ്കര വൃത്തി, ഭയങ്കര തണുപ്പ്, നല്ല സ്പേഷ്യസ്. ഇതാണ് എൻ്റെയും പീഹുവിൻ്റെയും റൂം. ഹൈ, ഇനി ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും റൂം കാണിക്കാം. ഇതാ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും റൂം. ഭയങ്കര വലുതാണ് ഇവരുടെ റൂം, മാസ്റ്റർ ബെഡ്റൂം പോലെ. ഇത് വാഷ്റൂം. ഇവിടെ ഓവ് എടുക്കാനൊരു ഏരിയ ഉണ്ട്. ഇത് വാഷ്റൂം ആൻഡ് ഇത് കിച്ചൺ. വീട്ടിലെത്തിയൊരു ഫീൽ. കുക്കറൊക്കെ ഉണ്ടെന്ന്. ഇന്ന് ഞങ്ങളുടെ പെരുന്നാസമാണ് ഗൈസ്. ഇത് സ്റ്റാർട്ടാവോ? പാലുകാച്ചിലാണ്, ജിദ്ദയിലാണ് ലൊക്കേഷൻ. എല്ലാവരും വരിക. കുക്കറൊക്കെ ഉണ്ടെന്ന്. ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പോണു. ഇതൊക്കെ ഞാൻ നടത്തിയ കുറച്ച് പർച്ചേസസാണ് ജബലുന്നൂറിൻ്റെ അവിടെ നിന്ന്. ഹായ്, സോ പ്രിറ്റി ലൈക്ക്. ഇത് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലം അല്ലേ? നല്ല ഏരിയ വരും, നല്ലൊരു ഏരിയ. തൊട്ടിപ്പുറത്ത് മെഗ്ഡിയൊക്കെ ഉണ്ട്, കണ്ടോ? നല്ല ലൈറ്റ്, അതുകൊണ്ട് വെറുതെ എടുത്ത വീഡിയോയാണ്. ചായ കുടിക്കാൻ ഇറങ്ങി ജിദ്ദയിൽ. കുറേ ദിവസമായില്ലേ നമ്മളെ കറുപ്പിൽ തന്നെ കാണുന്നു. നാളെ ഒരു മാറ്റം വരും. ഒരു നല്ല ലൊക്കേഷനാണ് കേട്ടോ. നമ്മളൊരു ഹോട്ടലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മെയിൻ റോഡാണ്. അതാണെങ്കിൽ സെനോമി മോൾ. അതിൻ്റെ അപ്പുറത്ത് എന്തോ വേറൊരു മോളുണ്ട്. ഇവിടെ കുറേ ഷോപ്പൊക്കെ ആയിട്ട്. ആൻഡ് ഇറ്റ്സ് വെരി കൂൾ. നമ്മൾ ജിദ്ദയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് വന്നതാണ്. ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മുടെ നാട്ടിനേക്കാളും. ക്വാളിറ്റി കൂടുതലാണ്, പാക്കിംഗ് സൂപ്പറാണ്. എന്തൊരു ഭംഗിയാണ് കാണാൻ. വെജിറ്റബിൾസിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ, ക്യാബേജൊക്കെ എന്ത് വൃത്തിയിലിരിക്കണേ നോക്കിയേ, വലിപ്പം നോക്കിയേ, പാക്കിംഗ് നോക്കിയേ, തക്കാളിയുടെ സൈസ് നോക്കിക്കേ, വെളുത്തുള്ളിയുടെ സൈസ് നോക്കിക്കേ. 4 എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങും. എല്ലാ വെജിറ്റബിൾസും ഭയങ്കര ക്വാളിറ്റി കൂടുതലാണ്, വൃത്തി കൂടുതലാണ്. ഇതിൻ്റെ വലുത് ഇത് കിഡിലൻ സാധനം. ഇന്നലെ കുടിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഗാലക്സി ഐസ്ക്രീം, വാനില ആൻഡ് ചോക്ലേറ്റ് മിക്സ്. പല സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത. ഓ മൈ ഗോഡ്. പിന്നെ ഇവിടുത്തെ പെപ്സിയൊക്കെ, ഉഫ്, നമ്മളെ നാട്ടിൽ കുടിക്കുന്ന പെപ്സി ഒന്നും പെപ്സി അല്ല, ബിലീവ് മീ. ഡയറി മിൽക്കിൻ്റെ ചോക്കോബാർ, കിറ്റ്കാറ്റിൻ്റെ ചോക്കോബാർ, സ്നിക്കേഴ്സിൻ്റെ ചോക്കോബാർ.
ഹോട്ടലിൻ്റെ ഇപ്പുറത്തൊരു ഫുഡ് കോർട്ട് പോലൊരു ഏരിയ. നമ്മൾ നേരത്തെ മെക്ഡി കണ്ടില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ. ഇവിടുത്തെ മെക്ഡി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ മെക്ഡിയുടെ ആപ്പില്ലേ, അത് ഏത് രാജ്യത്തും വർക്കാവും. ഇവിടെയും വർക്കായി. നമുക്ക് 3 ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു പെപ്സി, ഇത്രയും കൂടെ 21.8. ഇതാണ് റിയാൽ. 5, 10, 20. സിജു മാമ വർക്ക് ചെയ്തതാന്ന് പറഞ്ഞു വാപ്പിച്ചി ഇവിടെ. എനിക്ക് ഓർമ്മയില്ല. ഈ മാനക്വിൻസിനെ കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മാനക്വിൻസിനെ കാണുക. പീഹുവിൻ അടുത്ത് പോയി നിൽക്കും, അപ്പോൾ കമ്പയർ ചെയ്യാം. ഹൈറ്റ് പോട്ടെ, ആ ഷോൾഡറൊക്കെ ഭയങ്കര വലുതാണ്. കടകളൊക്കെ ഉണ്ട് അവിടെ കാണാൻ. വന്നിട്ട് നടു റോട്ടിൽ ഇരിക്കണം. അൽ ബലദ്, അതായത് ഓൾഡ് ജിദ്ദ, ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ കടകളൊക്കെ പഴയ പോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഡോറും ഷട്ടറും. രാത്രി കഴിക്കാൻ ഇറങ്ങിയതാണേ ഞങ്ങള്. അപ്പോൾ ഈ ഒരു കോഫി ഷോപ്പിന്റെ സ്ട്രക്ചർ നോക്കിക്കേ. നമ്മുടെ വീടിന്റെ തൊട്ട്, അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഏരിയ. അവിടെ ഇവിടെ അൽതാസജ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവിടുത്തെ ചാർക്കോൾ ഗ്രിൽ ഭയങ്കര ഫേമസ് ആണ്. സോ ഇവിടെ നമ്മൾ കഴിക്കാൻ കയറി. ക്രിസ്പി റോളും ഒക്കെ ഫേമസ് ആണ്. ഇത് രാജ് നേപ്പാളിനാ. രാജ് ഹായ് ബോലോ. നമ്മൾ കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഞാനും പീവും ഹോട്ടലിൻ്റെ ഇപ്പുറത്തുള്ള റോഡ് സൈഡിലേക്ക് വന്നു. ഇവിടെ കുഞ്ഞു കുറേ കടകൾ. ഇതൊക്കെ എന്താ? ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്. ഓ, പിന്നെ അങ്ങോട്ടേക്കും ഉണ്ട് കുറേ കടകൾ. ഇവിടെയൊക്കെ മരുഭൂമികൾ കുറവാണ്. ഇവിടെ കുറച്ച് മണൽ കൂടിയിട്ടേക്കണ സ്ഥലമുണ്ട്. അവിടെ ആൾക്കാർ വന്നിരുന്ന് ചില്ലിങ്, വൈബിങ്, ഇതൊക്കെ തന്നെ കൊള്ളാം. ഇതൊക്കെ ഓരോ വീടുകളാണേ. എന്നിട്ട് ഒരു ഒന്നിൽ കൂടുതൽ ഫ്ലോറുകൾ പണിതിട്ട് റെൻറ്റിന് കൊടുക്കുന്നത്. ഇതും അതുപോലൊരു വീടാണ്. അതിൻ്റെ മുന്നിൽ ഈന്തപ്പഴ മരങ്ങളും ഈന്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. കാണാമോ? സൗദിയിലൊരു വീട്. ഈന്തപ്പഴം വീണടക്കാനുണ്ടോ? ഇത് ഈന്തപ്പഴം ഡ്രൈ ആയി. നല്ല വലിയ ഈന്തപ്പഴങ്ങൾ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. ജിദ്ദയിലെ റോഡ് സൈഡിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന കുറച്ച് കടകളും കാഴ്ചകളും. നടന്നോ ഗൈസ്. വി ആർ ബാക്ക് അറ്റ് അൽബേക്ക് ജിദ്ദ. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ബ്രോസ്റ്റ് കഴിക്കാനല്ല, നഗറ്റ്സും ഫില്ലറ്റ്സ് എന്ന് പറഞ്ഞ സാധനമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതെ എൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ജിദ്ദയിൽ മാത്രം 70 ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും അൽബേക്ക്. റോഡുകളും കടകളും എല്ലാം ഭയങ്കര രസം കാണാൻ. വാവക്ക് ആ ബാർട്ടിൽ പോകണം. അവിടെ പോകാൻ വിചാരിച്ചു. ബാർട്ടിൽ നിന്ന് വാവക്ക് ചോക്ലേറ്റ് ഷേക്ക് വാങ്ങി. ലെറ്റ്സ് പാർട്ടി. എങ്ങനെയുണ്ട് പീഹു? ഇത് ഷേക്ക് അല്ലായിരുന്നു കേട്ടോ, ഒരു കേക്കും അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സോസും എന്തൊക്കെയോ. ബാ. ഹലോ ഗൈസ്. അപ്പോൾ ജിദ്ദയിൽ രാത്രി ഞാനും ഉമ്മയും ബാപ്പയും പീഹും കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് കടകളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇട്ടേക്കണത് മക്കയിൽ നിന്ന് ഞങ്ങൾ ഒരു ട്വിന്നിങ് പോലെ വാങ്ങിച്ച ഒരു പർദ്ദയാണ്.
ഉമ്മ ഇന്നലെ ജിദ്ദയിൽ നിന്ന് വാങ്ങിച്ച പുതിയ പർദ്ദയൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കണേ, നല്ല ഭംഗി. ഞങ്ങൾ സുലൈമാനി പ്ലാസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് ഉമ്മച്ചിയാണ് കണ്ടുപിടിച്ചത്. ഉമ്മച്ചി എവിടെ നിന്നൊക്കെയോ ഉമ്മച്ചിയുടെ ഫ്രണ്ട്സ് പറഞ്ഞ് കണ്ടുപിടിച്ച് ഞങ്ങളവിടെ വന്നേക്കണേ. ഞങ്ങൾ എവിടെയെന്ന് ഗസ്റ്റ് ചെയ്യൂ ഗായ്സ്. അതെ, ഞങ്ങൾ അൽബേക്കിൽ ആണ്. പിന്നെയും ഞങ്ങൾ അൽബേക്കിലെത്തി. കാണിച്ചു കൊടുക്കടി കണ്ടോ ഗായ്സ്. വാവ്. തിരക്ക് നോക്കിയേ. La 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 la. കടിക്കല്ലേ, ഒരുമിച്ച് കടിക്കാം. ആ എനിക്ക് പെപ്സി. പണ്ട് ഞങ്ങളുടെ താമസിച്ചിരുന്ന വീടിന്റെ വഴി അങ്ങനെ ഞങ്ങള് ഇപ്പൊ വന്നേക്കണത് നൈറ്റ് ഒരു കോർണിഷ് എന്ന് പറയും, അതായത് ബീച്ച് സൈഡ് പോലെ ജിദ്ദയിലെ കോർണിഷ് ഏരിയ കാണിച്ചത്. അബുദാബി വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് കാണാൻ പറ്റും. അബുദാബിയിലെ കോർണിഷ് പോലെ തന്നെ ഇതൊരു കോർണിഷാണ്. ഇവിടെ കോർണിഷിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളാണ് എനിക്ക് കോർണിഷ് ബീച്ചിനേക്കാളും ഇഷ്ടപ്പെട്ടത്. കോർണിഷ് ഏരിയ ഇപ്പോൾ കോർണിഷ് സൈഡ് എന്നും പറഞ്ഞ് വന്നേക്കുന്ന ഈ ഒരു ഏരിയ ഞാൻ അബുദാബി പോയത് കമ്പയർ ചെയ്യുവാണെങ്കിൽ അബുദാബിയുടെ വേറെ ലെവലായിരുന്നു കോർണിഷ്. അത് ഞാൻ ഇങ്ങനെ അത്ഭുതം പോലെ നോക്കി നിന്നിട്ടുണ്ട്. ആ ഏത് റോഡിൻ്റെ സൈഡ് എടുത്താലും കോർണിഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ജിദ്ദ ബീച്ചിലേക്ക് പോകാന്ന് പറയുന്നുണ്ട്, അത് ഇവിടെ നിന്ന് അടുത്ത് തന്നെ. അതെങ്ങനെ നോക്കാം. പണ്ട് വീട്ടിലുണ്ടായിരുന്നു വലിയ കുറേ മീനുകളും ഞാനുണ്ട്. അത് ഇത്ര അടുത്ത് വെറുതെ ഇത് കെട്ടി വെച്ചേക്കണേ, നമ്മൾ പിടിക്കും പുറത്തായിരിക്കും. ഞാൻ പിന്നല്ലാണ്ട് എന്തോരം മീൻ, എന്ത് ക്ലിയർ വെള്ളം. എനിക്ക് അതാണ് ക്ലിയർ വെള്ളം. ഈ കോർണിഷിന്റെ അടുത്തായിട്ടാണ് ജാം ജൂം കോംപ്ലക്സ് എന്ന് പറഞ്ഞ് പണ്ട് വാപ്പിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മോള് പോലത്തെ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക. കോർണിഷിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നപ്പോൾ ഉമ്മയും മാമ സിജുമാമയൊക്കെ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ജാം ജൂം കോംപ്ലക്സിലേക്ക് ഞങ്ങൾ എത്തി. കുറേ നൊസ്റ്റുമാണ്. ഞാനും ഉമ്മയൊക്കെ എപ്പോഴും ഇവിടെ വരുമായിരുന്നു പണ്ട് എന്നാണ് ഇവർ പറയണേ. ഭയങ്കര നൊസ്റ്റൂല് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഗേറ്റ് നമ്പർ 10 മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വാപ്പ പറഞ്ഞു. നൊസ്റ്റാൾജിയ. ഞാൻ ഇതിൽ കൂടെ ഓടി നടന്നിട്ടുണ്ടെന്ന് വാപ്പ പറയണേ. ഉമ്മ പറയണേ മണം അതുപോലെ തന്നെ ഉണ്ടെന്ന്. ഇതൊക്കെ ബ്രൈഡൽ റോയൽ ഡ്രസ്സുകളുടെ ഏരിയ. ഓ ആ ഗൗണുകൾ നോക്കിയേ. ഓ ഇതൊക്കെ സൂപ്പർ. സൗദി അറേബ്യയിൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. വാവ്, ഭയങ്കര പ്രിട്ടി. ഗൈസ്, ഒരിക്കലും വിചാരിച്ചിട്ടില്ല സൗദി അറേബ്യയിൽ ഇത്രയും ഭംഗിയുള്ള ഗൗണുകളും ഡിസൈനർ ഗൗണുകളും കാണുമെന്ന്. ബാക്കി ഏത് കൺട്രിയാണേലും പോക്കെ, സൗദി അറേബ്യയിൽ ഞാൻ ഇത്രയും മോഡൽസ് പ്രതീക്ഷിച്ചില്ല. എന്തൊരു ഭംഗി. ജാംജു മൊത്തത്തിൽ മാറിപ്പോയി. ഇപ്പോൾ ഇവിടെ ഫുൾ ഗൗണുകളും ഒക്കെയായി. വാപ്പ ഇരുന്ന കടയുടെ ലൊക്കേഷൻ കാണിച്ചു തരാം.
ഇവിടെ ആയിട്ടായിരുന്നു കടയുടെ ലൊക്കേഷൻ. പക്ഷെ അത് മാറി. ഇവിടെ ഒരു ഷവർമ കടയായിരുന്നു, അവിടെ ഇപ്പോൾ ഗൗണായി. ഇവിടെയായിരുന്നു സിജുമാമയുടെ കട, ഗിറ്റാറിൻ്റെയൊക്കെ, അതും മാറി. ഇതിൻ്റെ ഭംഗിയൊന്നും എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നേ അറിയില്ല. അത്ര പ്രത്യേകിട്ടുണ്ട്. ലൈക്ക് ഔട്ട് ഓഫ് ഓൾ ദ കൺട്രീസ് ഞാൻ സൗദി അറേബ്യന്ന് ഇങ്ങനൊരു, ഇതിന് കുറേ ലെയേഴ്സൊക്കെ ഉണ്ട്. ഗ്ലാസിൻ്റെ ഇപ്പുറത്തന്നെ ആയതുകൊണ്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ. ഭയങ്കര രസമുണ്ട് കാണാൻ. സോ പ്രറ്റി. അവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലൊരു ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ ഫ്ലെയറുകളുണ്ട്, കാണാൻ പറ്റണില്ല ക്യാമറ. ഇത് കണ്ട ആകാശത്ത് മാലാകമാർ നിൽക്കണ പോലെ മെനക്വിൻസ്. ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം അറബിക് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ്. എനിക്ക് പറയാൻ വയ്യ എത്ര ഭംഗിയാണ് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ. ആൾക്ക് വേണ്ടി നമ്മളൊരു കടയിൽ കയറി. ഇവിടെ ടിർ ഫൗണ്ടേഷനും എന്തോ നിക്സോ അങ്ങനെ എല്ലാം കണ്ട. നമ്പർ 7 ഇവിടെ ഞാൻ ഒത്തിരി ഓടിക്കളിച്ചിട്ടുണ്ട്. എൻ്റെ ഒത്തിരി ഫോട്ടോസ് എനിക്കും കുറച്ച് ചെറുതായിട്ട് ഓർമ്മകളുണ്ട്. ഇവിടെ എൻ്റെ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്, ആൽബത്തിലാണ് അതൊക്കെ. ഇവിടെ ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ കടയുണ്ടായിരുന്നു എന്നൊക്കെയാണ് വാപ്പ പറയണത്. വാപ്പ ടാറ്റന്ന്. ഞങ്ങൾ മറ്റൊരു കോർണിഷിലെത്തി. ഇത് അടിപൊളി. ഇത് അബുദാബിയൊക്കെ പോലെ തന്നെ ഉണ്ട്, അതിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വൈബ് സാർ. ക്വീൻസ് വാക്ക്വേ പ്രോ മാക്സ്. ചെങ്കടൽ, ദ റെഡ് സീ, മൂസാ നബിക്ക് വേണ്ടി രണ്ടായി പിളർന്ന ദ റെഡ് സീ. ആ വാട്ടർ എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. ഇത്രയും രാത്രി ഒരു ഇച്ചിരി ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് താഴെ വരെ കാണാൻ പറ്റും. എനിക്കറിയില്ല വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന്. കംപ്ലീറ്റ് വൈബാണ് കേട്ടോ. ആൾക്കാർ മൊത്തം ആക്റ്റീവാണ്. ഇവിടെ വെളുപ്പിന് ഏകദേശം 2 മണിയായി. എല്ലാവരും കോർണിഷിലൊന്നും ഇരിക്കുകയാണ് സൺഡേ നൈറ്റ്. ഹായ് ഹായ്. മക്കളൊക്കെ 2 മണിക്ക് നൈറ്റ് ഫുൾ ടൈം എല്ലാവരും ഓണം. പക്ഷെ നമ്മൾ പകലിറങ്ങി നടക്കൂലേ, ആ ടൈമിൽ ഒരൊറ്റ പെണ്ണിനെ കാണൂല, എല്ലാവരും ഉറക്കമായിരിക്കും. അതാണ് ഇവരുടെ എല്ലാവരുടെയും സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രഹസ്യം. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് പൂച്ചകളും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പൂച്ചകൾ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല പൂച്ചകളെല്ലാം ഭയങ്കര ഈമാനുള്ള അദബുള്ള പൂച്ചകൾ, അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഇതൊരു പൂച്ചയാണ്. ഈ പൂച്ച നോക്കിയേ. അയ്യോ, ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് പൂച്ചകളാണ്, തെരുവ് പൂച്ചകൾ. നല്ല ഹൈറ്റ് ഉണ്ട്, വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ. വെള്ളം 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 ഇങ്ങനെ കുറേ പായകൾ ഈ ബീച്ച് റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും ആൾക്കാർ നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 പൂച്ചകളൊക്കെ ഉണ്ടാ ചൂട് കിട്ടാനായിട്ട് ലൈറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അങ്ങനത്തെ സൈക്കിളൊക്കെ റെൻ്റ് എടുത്ത് ആൾക്കാർ ഇങ്ങനെ ചവിട്ടി പോവാം. വെളുപ്പിന് സമയം ഏകദേശം 3 മണി. ഈന്തപ്പഴം വാങ്ങാതെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. വീടിന് മുമ്പിൽ ഈന്തപ്പഴം വളർത്തുക. ഈന്തപ്പഴം വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ അത് പറയണേലും എനിക്കൊരു കാര്യം പറയാനുണ്ടായി. ഈന്തപ്പഴമാണ് ഈ കിടക്കുന്നത്. ഈന്തപ്പഴം വീഡിയോ കട്ട് ചെയ്യില്ല, സൂം ചെയ്യേണ്ട ആവശ്യമില്ല. ഈന്തപ്പഴം വീണ് കിടക്കണണ്ട. നമ്മൾ അവിടെ എത്ര രൂപ കൊടുത്ത് മേടിക്കണ ഈന്തപ്പഴമാണ് ഇവിടെ ഇങ്ങനെ ഓരോ വീടിൻ്റെ മുമ്പിലുള്ള ഈന്തപ്പനയിൽ നിന്ന് വീണ് കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഇന്ന് ജിദ്ദയിൽ നിന്ന് വീണ്ടും ഒന്നും കൂടെ ഉംറ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊരു കൊതി. ഏതായാലും ജിദ്ദയിൽ നിന്ന് പോവുമല്ലേ, അപ്പോൾ ഇത് അടുത്ത ഈന്തപ്പഴത്തിൻ്റെ ചോട്ടിലാട്ടോ
ചുവട്ടിൽ ദാ കിടക്കുന്നു ഈന്തപ്പഴങ്ങൾ. അങ്ങനെ കിടക്കുകയാണ് ഗായ്സ്. നമ്മൾക്ക് ഈന്തപ്പഴം നോക്കി, എന്ത് വലിയ ഈന്തപ്പഴമൊക്കെ കിടക്കണേന്ന് ഗായ്സ്. നോക്കൂ ഗായ്സ്. അപ്പം ഞങ്ങളൊന്ന് ഉമ്രയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇക്കാക്കൊരു പൂതി, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് വിജനമായ റോഡിനുള്ളിൽ കൂടെ വന്നപ്പോൾ ഈന്തപ്പഴം കിടക്കണം. ഉമ്മയും പാപ്പയും രാവിലെ ഒന്നും കൂടെ മക്കത്തേക്ക് പോയി. ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിൽ ട്രെയിനും ഭയങ്കര സുഖമായിട്ട് പോവാം. അവർ രണ്ടുപേരും പോയി. ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ഒരു ഉച്ച 11:30 ആയപ്പോഴത്തേക്കും നടക്കാൻ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നിൽക്കണ ഏകദേശം റോഡിൻ്റെ നടുക്കാണ്. നല്ല ഭംഗിയുണ്ട്. പുറകിലൊരു ജനല് കണ്ട, അത് നമ്മുടെ ഹോട്ടലാണ്. പിന്നെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഈ മോളാണ്, സെനോമി മോൾ എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര വലിയ മോളാ. എത്ര പറഞ്ഞിട്ടും തീരല്ല അതിൻ്റെ ലെങ്ത്, അത്രയും വലുത്. അങ്ങോട്ടേക്കും ഇതുപോലെ ലെങ്ത്. അവിടെ പോവാണ് ഞങ്ങൾ. ഗായ്സ്, ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ഒരു ബാങ്കിൻ്റെ പേര് ഇവിടെ കണ്ടു. ഞാനല്ല, ആക്ച്വലി കണ്ടുപിടിച്ചത് ഈ മഹദിയാണ്. ആര് വന്നാലും ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ കടത്തി വിടൂല. ഒരാൾക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ ഗേറ്റ് പണിത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ മോളിൽ അടുത്തെത്തി. ഈ മാളുകളിൽ കയറുമ്പോൾ ഒരു സന്തോഷം എനിക്ക്. ഈ ഏരിയ ഒക്കെ നോക്കിയേ, അതൊരു ക്യാൻറ്റീൻ്റെ ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ, ഈ ക്യാനൊക്കെ ഇരിക്കണം നോക്കിയേ, എന്തോരം അലൈൻഡാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു മോൾ എന്ന് പറയാൻ ലുലു മോളാണ്. അവിടെ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സാധനങ്ങൾ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരാൾ ബോട്ടിനെയാണ് സ്നേഹിക്കണേന്ന് പറഞ്ഞ് വന്നേക്കാണ്. സ്പ്രേയറാണ്, സ്പ്രിംഗ്ലറാണ്. ഓ, നല്ല രസമുള്ള സാധനം. അറബി നാട്ടിലെ കുറേ മിനിയേച്ചേഴ്സ്. കൊള്ളാല്ലേ? ഹായ്. ഇവിടെ ഒരു കല്യാണം നടക്കണ പോലെ ഉണ്ട്. ഇവിടുത്തെ കേക്കുകൾ ഇരിക്കണ നോക്കിയേ. അതായിരുന്നു ഞങ്ങൾ ആ മോളിൽ വെച്ചെടുത്ത അവസാനത്തെ വീഡിയോ. അതിന് കുറച്ച് നേരം ശേഷം ഉമ്മച്ചിയുടെ ഒരു കോൾ വന്നു. ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു കോൾ. ഭൂമി നിന്ന നിപ്പിൽ പിളർന്നു പോകണമെന്ന് തോന്നിയ പോലെ ഒരവസ്ഥ വന്ന ആ നിമിഷം എൻ്റെ അനിയത്തിനെയും വിളിച്ചുകൊണ്ട് ഞാൻ നേരെ റൂമിലേക്ക് ഓടി. ഞങ്ങളുടെ എല്ലാ ലഗേജും പാക്ക് ചെയ്ത് തിരിച്ച് നേരെ മക്കയിലേക്ക്, മസ്ജിദുൽ ഹറമിൻ്റെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടേക്ക് ഉമ്മയും വാപ്പയും എത്തി. ഉമ്മ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. വാപ്പ അനങ്ങാണ്ട് കിടക്കണം. 1 ഡിസംബർ 2025. ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം. ഇത്രയും ആൾക്കാരുടെ ഉണ്ടായിരുന്നു. വാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാൻ സുബൈക്ക് ശേഷം മസ്ജിദ് ഹറമിൽ വെച്ച്. അതിനുശേഷം അവിടെ തന്നെ മറവ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും എൻ്റെ പീമോളും കൂടെ ഒരുമിച്ച് അവസാനം കേട്ട ബാങ്കും ഒരുമിച്ച് അവസാനം നിസ്കരിച്ചതും മസ്ജിദ് ഹറമിൽ വെച്ചാണ്. ബാപ്പച്ചി ഇപ്പം അവിടെയാണ്.
സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നു. സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇവിടെയാണ് എൻ്റെ പാപ്പ വീണ് കിടന്നത്. മരിക്കണേക്ക് മുന്നേ സഫാ മർവ നടക്കണേൻ്റെ ഇടയിൽ എൻ്റെ പാപ്പ വീണ് കിടന്നത് ഇവിടെയാണ്. പാപ്പില്ലാണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.